2.5 വർഷം മുമ്പ് കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച കാരവൻ ടൂറിസം സംരംഭത്തിന് എന്ത് സംഭവിച്ചു? പദ്ധതി പ്രഖ്യാപിച്ചതിനു ശേഷം 1590 കാരവനുകൾ സ്ഥാപിക്കാൻ 373 സംരംഭകരെയാണ് എൻറോൾ ചെയ്തിരുന്നത്. 162 കാരവൻ പാർക്കുകൾ സൃഷ്ടിക്കാൻ 115 സംരംഭകരെ സജ്ജമാക്കി. നിർഭാഗ്യവശാൽ 11 കാരവാനുകൾ മാത്രമേ യാഥാർത്ഥ്യമായുള്ളൂ. നിലവിൽ പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു കാരവൻ പാർക്ക് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, വാഗമൺ, വയനാട്, മലപ്പുറം, തൊടുപുഴ, ആലുവ, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ കാരവൻ സജീവമാണ്. ഇവയെല്ലാം സ്വകാര്യ ഹോട്ടൽ ടൂറിസം സംരംഭകരുടെ ഉടമസ്ഥതയിലാണ്. മോട്ടോർ വാഹന വകുപ്പ് നികുതി കുറച്ചെങ്കിലും കൂടുതൽ സംരംഭകർ ഇനിയും ഈ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. കാരവൻ പാർക്കുകൾ ആരംഭിക്കാത്തതും വിനോദസഞ്ചാരികളെ കാരവൻ ടൂറിസത്തിലേക്ക് ആകർഷിക്കാൻ കഴിയാത്തതുമാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. കാരവനിലെ സ്വകാര്യ 6 പേർക്ക് വരെ സുഖകരവും സൗകര്യപ്രദവുമായ യാത്രാനുഭവമാണ് കാരവൻ ടൂറിസം നൽകുന്നത്. ഇതിൽ 4 സീറ്റുകൾ, 2 കിടക്കകൾ, ഒരു ടോയ്ലറ്റ്, വൈഫൈ, ഒരു ഇൻഡക്ഷൻ കുക്കർ, ഒരു ഹോം തിയേറ്റർ എന്നിവയും ഉൾപ്പെടുന്നു. 80 കിലോമീറ്റർ യാത്രക്ക് 20,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് പ്രതിദിന നിരക്ക്. 80 കിലോമീറ്ററിന് കൂടുതലായി വരുന്ന ഓരോ കിലോമീറ്ററിനും 60 രൂപയാണ് അധികമായി നൽകേണ്ടത്. സാധാരണയായി മാസത്തിൽ 10-ൽ താഴെ യാത്രകളാണ് ലഭിക്കുന്നതെന്നാണ് കാരവൻ ഓപ്പറേറ്റർമാർ പറയുന്നത്. ഒരു കാരവൻ റോഡിലിറക്കാൻ കുറഞ്ഞത് 1 കോടി രൂപയുടെ നിക്ഷേപം ആവശ്യമാണ്. വലിയ ബാങ്ക് വായ്പ എടുത്ത് കാരവൻ വാങ്ങിയ സംരംഭകരാണ് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്.